السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. ഏറെ ബഹുമാന്യരായ പ്രിയപ്പെട്ട സീറ പഠിതാക്കളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും കഴിവിൻ്റെ പരമാവധി അത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ഒരു അവസരം അതിനെ ആ ഒരു ഗൗരവത്തിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ആ അവസരത്തെ ശരിയായി ഉപയോഗപ്പെടുത്തണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ആ ആദർശവും ആ നിലപാടുകളും ആ സ്വഭാവങ്ങളും ആ ചര്യയും ഒക്കെ ജീവിതത്തിൽ പുലർത്തുന്ന ആളുകളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റ 10-ാം വർഷത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. ഹിജ്റ 10-ന്റെ തുടക്കം കുറേ സംഭവങ്ങൾ നടന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഹിജ്റ 10-ാമത്തെ വർഷം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് അതിലെ ഒരു സംഭവത്തിൻ്റെ പേരിലാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരേ ഒരു പ്രാവശ്യം നടന്ന ഹജ്ജ് കർമ്മത്തിൻ്റെ പേരിൽ. ആ ഹജ്ജ് ഒട്ടേറെ പാഠങ്ങൾ നൽകുന്ന ഒരു ഹജ്ജായിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു മുൻപ് ഹജ്ജ് പ്രവാചകനായിരിക്കുന്ന അവസ്ഥയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും കൂട്ടി ഒരുമിച്ച് മുൻപ് നിർവഹിച്ചിട്ടില്ലല്ലോ. ആദ്യത്തെ ഹജ്ജാണ്. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങനെ ഒരു ഹജ്ജ് നിർവഹിക്കാനുള്ള ആയുസ്സും അള്ളാഹുവിൻ്റെ വിധിയിൽ ഉണ്ടായിരുന്നില്ല. തൊട്ട് മുമ്പത്തെ വർഷം അബൂബക്കർ റളിയല്ലാഹുവിനെ ഇമാമായി, നേതാവായി, അമീറായി നിശ്ചയിച്ചുകൊണ്ട് ഹജ്ജിനു വേണ്ടി നിയോഗിച്ചിരുന്നു. ആ സംഭവം നമ്മൾ വിശദീകരിക്കുകയും ചെയ്തു. ഈ കൊല്ലം ഹിജ്റ 10-ാമത്തെ കൊല്ലം ദുൽഖഅദ മാസത്തിൽ ഹജ്ജിനു വേണ്ടി പുറപ്പെടാൻ ഞാനിങ്ങനെ ഹജ്ജിനു വേണ്ടി പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് പറഞ്ഞു. അതൊരു വലിയ വാർത്തയായിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇതുവരെ നടന്ന പല യുദ്ധങ്ങളും സൈനിക നീക്കങ്ങളും യാത്രകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ പ്രതിഫലങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി ഇറങ്ങാൻ പ്രോത്സാഹിപ്പിക്കുകയും കൽപ്പിക്കുകയും ചെയ്ത യാത്രകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജ് ചെയ്യാൻ ഉള്ളൊരു അവസരമുണ്ട് എന്നറിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ വിശദീകരിച്ചതുപോലെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കഴിഞ്ഞ ഒരൊറ്റ വർഷം കൊണ്ട് ഇസ്ലാമിനുണ്ടായൊരു വളർച്ചയും ആ മക്കം ഫത്ഹിന് ശേഷം ആയിരക്കണക്കിന് ആളുകൾ, ഗോത്രങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വരാൻ തുടങ്ങിയതും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ വാർത്തയായിരുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം ഹജ്ജ് നിർവഹിക്കാം. അപ്പോൾ ഈ യാത്രയിൽ അണിനിരക്കാൻ കഴിയുന്ന ആളുകളൊക്കെ അന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അന്ന് എന്തെങ്കിലും ഒരു വകുപ്പുള്ള എല്ലാവരും ഈ യാത്രയിൽ, ഈ ഹജ്ജിൽ ഒന്നുചേരാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ആ ഹജ്ജിന്റെ പാഠങ്ങൾ പഠിക്കാനും അത് നേരിട്ട് കാണാനും. കാരണം ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി മുസ്ലിങ്ങൾക്ക് ഓരോ കർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഹജ്ജ്, അതിനു മുൻപ് നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഒക്കെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഹജ്ജ് ഇതുവരെയും അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ആളുകൾ നേരിട്ട് കണ്ടിട്ടില്ല.
പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് എപ്രകാരമാണോ നിങ്ങൾ കണ്ടത് അപ്രകാരം നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഹജ്ജിൻ്റെ വിഷയത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖുദൂ അന്നി മനാസികക്കും, നിങ്ങൾ ഹജ്ജിൽ നിർവഹിക്കേണ്ട മനാസിക്കുകൾ, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അത് നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം. അപ്പോൾ അത് നേരിട്ട് കാണാനുള്ളൊരു വലിയൊരു അവസരമാണിത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അപ്പോൾ ഏകദേശം 1,00,000-ഓളം വരുന്ന ആളുകൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹജ്ജിന് പ്രവാചകനോടൊപ്പം കൂടാൻ വേണ്ടി ഒരുമിച്ച് ചേർന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. 1,00,000-ഓളം വരുന്ന ആളുകൾ. പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തുടരുന്നതിനനുസരിച്ച് പല തരത്തിലുള്ള ആളുകൾ അതിലൊന്നു ചേർന്നു. അത് പല കണക്കുകൾ നമുക്ക് കാണാൻ കഴിയും. 1,20,000-ത്തിലപ്പുറം അല്ലെങ്കിൽ 40,000-ഓളം 25,000-ഓളം എന്നൊക്കെയുള്ള കണക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും 1,00,000-ത്തിലധികം, 1.25 ലക്ഷത്തോളം വരുന്ന ആളുകൾ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജ് നിർവഹിക്കാനായി ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു ഹജ്ജ് യാത്രയിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നേരിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അത് നിർവഹിക്കുന്നത്, എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതൊക്കെ സ്വഹാബിമാർ ചോദിച്ച് പഠിച്ചു മനസ്സിലാക്കുകയും ചെയ്തൊരു ഹജ്ജായിരുന്നു. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഏകദേശം 1000-ത്തിലധികം വരുന്ന മസ്അലകൾ ഈ ഒറ്റ യാത്രയിൽ നിന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിൽ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. 1000-ത്തിലധികം വരുന്ന കർമ്മശാസ്ത്ര വിധികൾ അതിൽ നിന്ന് നമുക്ക് ഉരുത്തിരിച്ചെടുക്കാൻ കഴിയും. മറ്റൊരാൾക്കും നമുക്കറിയാവുന്നതുപോലെ തന്നെ ലോകത്തൊരു മനുഷ്യനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നേതാവിനോ ഒരു ആചാര്യനോ ഒരു സമൂഹത്തെ നയിക്കുന്ന നായകനോ ഒന്നുമില്ലാത്തൊരു സവിശേഷത തന്നെയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു സവിശേഷത. പ്രവാചകനിൽ നിന്ന് ആളുകൾ പ്രവാചകന്റെ കൂടെ കൂടുമ്പോഴേക്കും അതിൽ നിന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. അത് ജീവിതത്തിൽ പിൽക്കാലത്ത് മാനവരാശിക്ക് അതിലെ ഓരോ ചെറിയ കാര്യങ്ങളും കർമ്മങ്ങളും എത്തിച്ചു കൊടുക്കുകയാണ് സ്വഹാബിമാർ ചെയ്തത്. അങ്ങനെ ഒരു സമാനമായ ജീവചരിത്രം അല്ലെങ്കിൽ ജീവിതം റെക്കോർഡ് ചെയ്യുക എന്നത് വേറെ ഏതൊരു മനുഷ്യന്റെ വിഷയത്തിലാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക. ഇന്ന് ആധുനിക ലോകത്ത് അല്ലെങ്കിൽ ഒരല്പം മുമ്പൊക്കെ ജീവിച്ച് മരിച്ചുപോയ ആളുകളുടെ ജീവിതം പോലും ഇത്രയേറെ ഡോക്യുമെന്റ് ചെയ്യാൻ റെക്കോർഡ് ചെയ്യാൻ സംവിധാനങ്ങളുള്ള ഈ കാലത്ത് നമ്മൾ അയാളുടെ ഒരു ജീവചരിത്രത്തെ പറ്റി ഒരു പഠന ക്ലാസ് പരമ്പര സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര മണിക്കൂർ സംസാരിക്കാൻ കഴിയും? അപ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും എടുത്താൽ ഈ ഹജ്ജിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ അത് ഒരുപാട് നീണ്ടുപോകും. കാരണം ഓരോ മസ്അലകൾ പ്രവാചകന്റെ അടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഓരോ കൽപ്പനകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹജ്ജിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്ന ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഹജ്ജിനെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പരമാവധി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. എന്നാൽ ഒരുപാട് അതിൻ്റെ ആഴത്തിൽ ഒരു ഹജ്ജിന്റെ പൂർണ്ണമായ വിവിധ കർമ്മശാസ്ത്ര വിധികളും മറ്റും പരിശോധിക്കുകയും അത് പറഞ്ഞു പോവുകയും അത് ചർച്ച ചെയ്യുകയും എന്നത് നമ്മുടെ ഒരു ക്ലാസിന്റെ ഒരു തുടർച്ച എന്ന നിലക്ക് അത് ഒരല്പം അലോസരമായിരിക്കും. അത് ഹജ്ജ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ന നിലക്ക് ഹജ്ജ് ആ രൂപത്തിൽ അതിന്റെ ഫിഖ്ഹ് നമ്മൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും തന്നെ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറക്കിടയിൽ ആ ചരിത്രത്തിനിടയിൽ അത്തരം ചർച്ചകളിലേക്ക് കടക്കുന്നത് ഒരുപക്ഷെ അത്ര അനുയോജ്യമായിരിക്കില്ല എന്നാണ് വിചാരിക്കുന്നത്. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ യാത്രയിലൂടെ ഈ ഹജ്ജിലൂടെ അത്രമാത്രം വലിയ അറിവുകൾ മുസ്ലിം ലോകത്തിന് പിൽക്കാലത്ത് ലഭിക്കുകയുണ്ടായി. ഹജ്ജുമായി ബന്ധപ്പെട്ട മസലകളും അല്ലാത്തവരും ഇസ്ലാമിൻ്റെ പൊതുവായ ഒരുപാട് കാഴ്ചപ്പാടുകൾ ഇസ്ലാം ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് എന്ത് എന്ന് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാനത്തെ ഏറ്റവും വലിയ ജനങ്ങളോടുള്ളൊരു പ്രഖ്യാപനമായിരുന്നു ഈ ഹജ്ജിന്റെ വേളയിലുണ്ടായത്, അറഫാ ദിവസത്തിലും മറ്റും ഉണ്ടായത്. അത്രമാത്രം ആളുകളുടെ മുന്നിൽ പ്രവാചകൻ ഇസ്ലാമിനെ കുറിച്ച് പ്രഖ്യാപിച്ചു. ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ, ഇസ്ലാം എന്താണ് ലോകത്തോട് പറയുന്നതും പ്രഖ്യാപിക്കുന്നതും, മനുഷ്യരോട് ഇസ്ലാം എന്താണ് പറയുന്നത്, അന്ന് ആ നടത്തിയ പ്രഖ്യാപനങ്ങളിലെ പല പരാമർശിത വിഷയങ്ങൾ പോലും ലോകത്ത് അതിനു മുൻപോ അല്ലെങ്കിൽ അതിനു ശേഷമോ പോലും എത്രയോ കാലഘട്ടങ്ങൾ പിന്നിട്ടാൽ പോലും അതിന് സമാനമായ വിഷയങ്ങൾ പരാമർശിക്കുന്ന ഒരു പ്രസംഗം പോലും ഏതെങ്കിലും ഒരു ചരിത്ര പുരുഷന്റെ നാവിൽ നിന്നുണ്ടായത് നമുക്ക് കാണാൻ കഴിയില്ല. അത് നമുക്ക് ആ സന്ദർഭങ്ങൾ അത് വിശദീകരിക്കാം. ഏറ്റവും ഉദാഹരണം ആയി പറഞ്ഞാൽ മനുഷ്യന്റെ അവകാശങ്ങളെയും അഭിമാനത്തെയും കുറിച്ച് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാമർശം
ഇന്ന് പോലും പല ആധുനിക ചരിത്ര പണ്ഡിതരും ലോകത്തിലെ ആദ്യത്തെ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായി ആ പ്രസംഗത്തെ വിശകലനം ചെയ്യുന്നത് നമ്മളൊരു പക്ഷേ വായിച്ചിരിക്കാം. മനുഷ്യന്റെ അഭിമാനത്തെക്കുറിച്ച് അതിനു മുമ്പൊരു ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യരിൽ നിന്ന് ലോകം കേട്ടിട്ടില്ല. മനുഷ്യന് അഭിമാനമുണ്ട്, ആ അഭിമാനം പവിത്രമാണ്, സംരക്ഷിക്കേണ്ടതുണ്ട്. സ്ത്രീകളെക്കുറിച്ച്, സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള അവകാശങ്ങളെയും ബാധ്യതകളെയും കുറിച്ച് ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ ഈ ഹജ്ജിന്റെ വേളയിൽ അറഫയുടെ ആ പ്രസംഗത്തിലൊക്കെയാണ് ഉണ്ടാകുന്നത്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ലോകർക്ക് മാതൃകയാകാൻ വേണ്ടി ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും ലോകർക്ക് ഒരു മാതൃകയായി മുന്നിൽ സ്വീകരിക്കാനും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ മുസ്ലിങ്ങൾ ലോകാവസാനം വരേക്കുമുള്ള നിരവധി പാഠങ്ങൾ പഠിച്ച ഒരു യാത്രയായിരുന്നു ഈ ഹജ്ജിന് വേണ്ടിയുള്ള യാത്ര. ഈ ഹജ്ജിന് പലതരത്തിലുള്ള പേരുകൾ നമുക്ക് കാണാൻ കഴിയും. സാധാരണ ഹജ്ജത്തുൽ വദാ എന്നതാണ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായി നമ്മൾ കേൾക്കാറുള്ള പേര്. പല പേരുകൾ, ഉദാഹരണത്തിന് ഹജ്ജത്തുൽ ബലാഗ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് പൂർണ്ണമായി ആ നേരത്തെ പറഞ്ഞതുപോലുള്ള അറഫയിലെ പ്രസംഗം പോലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി എത്തിച്ചു കൊടുത്തു. അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീ ഇതിന് സാക്ഷി എന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ഹജ്ജത്തുൽ ബലാഗ്, എത്തിച്ചു കൊടുക്കലിന്റെ ഹജ്ജ്, ബലാഗിന്റെ ഹജ്ജ് എന്ന് ഈ ഹജ്ജിന് പേര് ചരിത്രത്തിൽ പറയപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠങ്ങളും ഒക്കെ ഇതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വലിയ ജനസഞ്ചയത്തിന് മുന്നിൽ വിശദീകരിച്ചു കൊടുത്തല്ലോ. അതുപോലെ തന്നെ ഹജ്ജത്തുൽ വദാ, വിടവാങ്ങലിന്റെ ഹജ്ജ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു വിടവാങ്ങൽ പ്രസംഗം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ ഇനി ഒരു പക്ഷേ അടുത്ത വർഷം എനിക്ക് നിങ്ങളെ കണ്ടുമുട്ടാൻ സാധിക്കുമോ ഇല്ലയോ എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അപ്പോൾ ഒരു വിടവാങ്ങൽ പ്രസംഗം ഉണ്ടായതുകൊണ്ട് തന്നെ ഹജ്ജത്തുൽ വദാ, വിടവാങ്ങലിന്റെ ഹജ്ജ് എന്ന് ഈ ഹജ്ജിന് പേര് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ കഴിയും. ഹജ്ജത്തുൽ വദായിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിടവാങ്ങൽ സൂചനയുള്ള പ്രസംഗം അദ്ദേഹം ഉദ്ധരിക്കുന്നു. അത്തദ്റൂന അയ്യു യൗമിൻ ഹാദാ, അല്ലയോ ജനങ്ങളെ ഇത് ഏത് ദിവസമാണ് എന്ന് നിങ്ങൾക്ക് അറിയുമോ? അപ്പോൾ ആളുകൾ പറയും അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹുവും അവന്റെ ദൂതരുമാണ് ഏറ്റവും നന്നായി അറിയുന്നവർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു ഫഇന്ന ഹാദാ യൗമുൻ ഹറാം, ഇത് പവിത്രമായ ദിവസമാണ്. ഹറാം എന്ന വാക്കിന് പവിത്രം എന്നർത്ഥമുണ്ടല്ലോ. അഫതദ്റൂന അയ്യു ബലദിൻ ഹാദാ, ഇതേതാണ് ഈ നാട് എന്ന് നിങ്ങൾക്ക് അറിയാമോ? പ്രവാചകൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ലോ. പക്ഷേ ഈ ദിവസത്തിന്റെയും ഈ സമയത്തിന്റെയും ഒക്കെ പവിത്രത ജനങ്ങൾക്ക് എത്രമാത്രം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ച് ഈ വാചകങ്ങൾ മനഃപൂർവ്വം പറയുന്നതാണ്. അവർ പറഞ്ഞു അല്ലാഹു റസൂലുഹു അഅലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബലദുൻ ഹറാം, ഇത് പവിത്രമായ സ്ഥലമാണ്, നാടാണ്, അഥവാ മക്കയാണ്. അഫതദ്റൂന അയ്യു ഷഹ്രിൻ ഹാദാ, ഇത് ഏത് മാസമാണ് നിങ്ങൾക്ക് അറിയുമോ? അല്ലാഹു വറസൂലുഹു അഅലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഷഹ്റുൻ ഹറാം, ഇത് പവിത്രമായ മാസമാണ്, ദുൽഹിജ്ജ മാസം. അത് പവിത്രമായ 4 മാസങ്ങളിൽ ഒരു മാസമാണല്ലോ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആ പ്രസംഗത്തിന്റെ ഒരു ചുരുക്ക രൂപം അത് തുടങ്ങുന്നത് ഫഇന്നല്ലാഹ ഹറമ അലൈക്കും ദിമാഅക്കും വഅംവാലക്കും വഅഅറാദക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രക്തങ്ങളെ, പരസ്പരം അന്യോന്യം രക്തം ചിന്തുന്നതിന്, മറ്റൊരാളുടെ രക്തം ചിന്തുന്നതിന്, ജീവൻ അപഹരിക്കുന്നതിന് അല്ലാഹു അത് പവിത്രമാക്കിയിരിക്കണം. നിങ്ങളുടെ രക്തങ്ങൾ അത് എന്തെങ്കിലും ന്യായമായ കാരണത്തിന്റെ പേരിലല്ലാതെ അതൊരിക്കലും ഒരാളെയും വധിക്കാൻ പാടില്ല. അയാളുടെ ജീവൻ, അയാളുടെ രക്തം പവിത്രമാണ്. അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ്. ഒരാളുടെ സമ്പത്ത് അയാളുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ ന്യായമായ മാർഗത്തിലൂടെ അല്ലാതെ മറ്റൊരാൾക്കും അപഹരിക്കാൻ അനുവാദമില്ല. വഅഅറാദക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിമാനവും പവിത്രമാണ്. സമ്പത്തും ജീവനും പവിത്രമായതുപോലെ തന്നെ മറ്റുള്ള അഭിമാനവും പവിത്രത കൽപ്പിക്കേണ്ടതാണ്. അതിന് സുരക്ഷിതത്വമുണ്ട്. അതങ്ങനെ ആർക്കും എവിടെയും ഹനിച്ചു പോകാനുള്ളതല്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. കഹുർമത്തി യൗമിക്കും ഹാദാ, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യം കുറെ ചോദ്യങ്ങൾ ചോദിച്ചത്. ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, അതുപോലെ തന്നെ ഈ മാസത്തിന്റെ ഫീ ഷഹ്രിക്കും ഹാദാ വഫീ ബലദിക്കും ഹാദാ, ഈ മാസത്തിൽ പവിത്രമായ നാട്ടിൽ പവിത്രമായ സമയത്ത് പവിത്രമായ ദിവസത്തിന് അതിന് എത്രത്തോളം പവിത്രതയുണ്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവനും സമ്പത്തിനും അഭിമാനത്തിനും ഒക്കെ പവിത്രതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ തുടങ്ങുന്ന ആ വിടവാങ്ങൽ പ്രസംഗം, അതുകൊണ്ട് ഇതിന് ഹജ്ജത്തുൽ വദാ എന്ന് പേര് വന്നു കാണാൻ കഴിയും. അതുപോലെ തന്നെ ഹജ്ജുൽ അക്ബർ,
ഏറ്റവും വലിയ ഹജ്ജ് എന്ന് ഈ ദിവസത്തിന് പ്രത്യേകിച്ച് ഹജ്ജിന്റെ ദിവസം ദുൽഹിജ്ജ 10 അതിന് പേര് വെച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈ ഹജ്ജിന്റെ സമയത്ത് ഹാദാ യൗമുൽ ഹജ്ജിൽ അക്ബർ, ഇത് ഹജ്ജുൽ അക്ബറിന്റെ ദിവസമാണ് എന്ന് പറയുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അല്ലാഹുമ്മ അശ്ഹദ് വവദ്ദഅ അന്നാസ്, ജനങ്ങളെ മുൻനിർത്തി അല്ലാഹുവേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്ത് നീ സാക്ഷിയാണ് എന്ന് പറയുകയും ജനങ്ങളോട് ഈ പ്രസംഗം നടത്തുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ഇതിന് ഹജ്ജത്തുൽ വദാ എന്ന് ഹാദിഹിൽ ഹജ്ജത്തുൽ വദാ എന്ന് ജനങ്ങൾ അന്ന് പറഞ്ഞു എന്നും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയത് കാണാൻ കഴിയും. ഒരു ശനിയാഴ്ചയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് ഈ പറഞ്ഞ വലിയ ഒരു ജനസമൂഹത്തെയും കൊണ്ട് ദുൽഖഅദ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ്, ദീർഘയാത്രകൾ പുറപ്പെടുന്നതിന് മുമ്പ് ചെയ്യുന്നത് പോലെ തന്നെ മുടി അത് പൊടി പിടിച്ചാകെ ജട കുത്തി ഒരു യാത്ര കഴിയുമ്പോൾ വൃത്തികേടാകാതിരിക്കുന്നതിന് വേണ്ടി മുടി കൃത്യമായി പരിപാലിക്കുകയും അതിൽ എണ്ണ തേക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു ദുഹർ നിസ്കാരം, ശനിയാഴ്ചത്തെ ദുഹർ നിസ്കാരം മദീനയിൽ വെച്ച് 4 റക്അത്ത്, യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഖസ്റാക്കാനുള്ള അനുവാദമില്ലല്ലോ, 4 റക്അത്ത് പൂർണ്ണമായി നിസ്കരിച്ച് ദുഹർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്രയുടെ തുടക്കം ആരംഭിക്കുന്നത്. അബൂ ദുജാന അസ്സാഇദി എന്ന് പറയുന്ന സ്വഹാബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ തനിക്ക് പകരം പ്രതിനിധിയായി മദീനയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നിയോഗിച്ചു. മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ ഏകദേശം 1 ലക്ഷത്തോളം അല്ലെങ്കിൽ 1 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഈ പറഞ്ഞ യാത്രാ സംഘത്തിലുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. പിന്നെ ഈ യാത്രാ സംഘം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതോടുകൂടി വഴിയിൽ നിന്നും മറ്റും മക്കയുടെ പരിസരത്തു നിന്നും മറ്റും ഒക്കെ ഈ ഹജ്ജിന് വേണ്ടി ചേരണമെന്ന് ആഗ്രഹിച്ച ആളുകൾ, അതുപോലെ തന്നെ യമനിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ നിയോഗിച്ച അലി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ പല സ്വഹാബിമാർ, ഇവരുടെ കൂടെ വന്ന ആളുകൾ, ഇങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള ആളുകളും ഒക്കെ ഒരുമിച്ച് കൂടി ഏകദേശം 1.25 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഈ ഹജ്ജിൽ ഹാജിമാരായി പങ്കെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ ഭാര്യമാരും, അന്ന് ജീവിച്ചിരുന്ന മുഴുവൻ ഭാര്യമാരും ഈ ഹജ്ജിൽ പ്രവാചകനോടൊപ്പമുള്ള യാത്രയിൽ ഉണ്ടായിരുന്നു. മദീനയിൽ നിന്ന് മീഖാത്തായ മദീനയുടെ ആ ഭാഗത്ത് നിന്ന് ആ ദിശയിൽ നിന്ന് വരുന്ന ആളുകളുടെ മീഖാത്ത്, ഹജ്ജിനു വേണ്ടി ഇഹ്റാം ചെയ്യുന്ന സ്ഥലമായ ദുൽഹുലൈഫയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചേർന്നു. മദീനയിൽ നിന്ന് ദുഹർ നിസ്കരിച്ച് പുറപ്പെട്ട് ദുൽഹുലൈഫയിലെ വാദിൽ അഖീഖ് എന്ന് പറയുന്ന താഴ്വരയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ർ നിസ്കാരത്തിന് മുമ്പ് എത്തിച്ചേർന്നു. അവിടെ എത്തി അസ്ർ 2 റക്അത്ത് നിസ്കരിച്ചു. യാത്ര തുടങ്ങി അടുത്തൊരു സ്ഥലത്തെത്തി. സ്വന്തം നാട്ടിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ യാത്രക്കാരനുള്ള ഇളവ് ഖസ്ർ അത് സ്വീകരിക്കാമല്ലോ. അപ്പോൾ അവിടെ എത്തി 2 റക്അത്തായി അസ്ർ നിസ്കരിച്ചു. പിന്നെയുള്ള 4 റക്അത്തുള്ള നിസ്കാരങ്ങളൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എത്തിയിട്ടും ഖസ്റാക്കി തന്നെയാണ് നിസ്കരിക്കുന്നത്. അവിടെ അന്ന് രാത്രി അവിടെ താമസിച്ചു. അപ്പോൾ അവിടെ നിസ്കരിച്ച അസറും അതുപോലെ തന്നെ മഗ്രിബും ഇശാഉം പിറ്റേന്നത്തെ സുബഹിയും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഈ ദുൽഹുലൈഫയിൽ വെച്ച് തന്നെയാണ് നിർവഹിക്കുന്നത്. പിറ്റേന്നത്തെ സുബഹി കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് പറഞ്ഞു, അതാനി ലൈലത ആതിം മിർ റബ്ബി, ഇന്നലെ രാത്രി എൻ്റെ റബ്ബിൽ നിന്നൊരു ദൂതൻ എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സല്ലി ഫി ഹാദൽ വാദിൽ മുബാറക്, ഈ അനുഗ്രഹീതമായ ഈ താഴ്വരയിൽ, വാദിൽ അഖീഖ് എന്ന് പറയുന്ന ദുൽഹുലൈഫയിലെ ഈ താഴ്വരയിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾ നിസ്കരിക്കണം. ഉംറത്തൻ ഫി ഹജ്ജ, അതുപോലെ തന്നെ ഉംറയും ഹജ്ജും ഹജ്ജിന് വേണ്ടി വന്നതിനോടൊപ്പം ഉംറയുടെ നിയ്യത്ത് കൂടി അതിൽ വെച്ച് അങ്ങനെ തൽബിയത്ത് ചൊല്ലി ഇവിടെ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് മുന്നോട്ട് പോകണം. അതിനെ പല നിലക്ക് വിശദീകരിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഉംറയെ ഹജ്ജുമായി ചേർക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി മാത്രമായിരുന്നു അതുവരെ നിയ്യത്താക്കി വന്നിരുന്നത്. ഇവിടെ വെച്ച് ഇഹ്റാം ചെയ്യുമ്പോൾ ഉംറയുടെ ഇഹ്റാം കൂടി ചെയ്യുക, തൽബിയത്തിൽ ആ നിലക്ക് ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ, ആ ഒരു ഉംറയുടെ നിയ്യത്ത് കൂടി അതിൽ വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ പറഞ്ഞ അല്ലാഹുവിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലുള്ള കൽപ്പന ഉണ്ടായി നമുക്ക് കാണാൻ കഴിയും. ഇതിനെ പല നിലക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഉംറ കൂടി ചെയ്യണമെന്ന് പറയാനുള്ള കാരണത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പല നിലക്ക് വിശദീകരിച്ച് കാണാൻ കഴിയും. ഒന്ന് അതുവരെ ജാഹിലിയ കാലത്ത് അതുവരെ ഹജ്ജിന്റെ സമയത്ത് ഉംറ നിർവഹിക്കുക എന്നത് വലിയ ഒരു പാതകമായിട്ടായിരുന്നു ആളുകൾ കണ്ടിരുന്നത്.
ഹജ്ജിൻ്റെ സമയത്ത്, ഹജ്ജിൻ്റെ മാസങ്ങളിൽ, ഹജ്ജിൻ്റെ സമയത്ത് ഉംറ നിർവഹിക്കാൻ പാടില്ല. പിന്നെ ഹജ്ജും കഴിഞ്ഞ് മുഹറവും അല്ലെങ്കിൽ സഫറൊക്കെ എത്തുമ്പോഴാണ് പിന്നെയാണ് ഉംറയുടെ ടൈം ആരംഭിക്കുക. ഹജ്ജിൻ്റെ സമയത്ത് ഉംറ നിർവഹിക്കുന്നവരെന്തോ വലിയ ഒരു വൻപാപം ചെയ്ത ആളുകളെ പോലെയാണ് മറ്റുള്ളവർ കണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തെയും ആ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ആ ഒരു നടപടിയെയും എതിർക്കുക, അത് തിരുത്തുക, ശരിയായ നടപടികൾ, ശരിയായ വിശ്വാസം പഠിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതിന് പ്രകാരമാണ് ഇങ്ങനെ ഒരു കൽപ്പന അവിടെ ഉണ്ടായത്. ഈ ഒരു രാത്രിയിൽ സ്വപ്നത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും. ഏതായിരുന്നാലും ഈ ഇതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിച്ച് വൃത്തിയാവുകയും ഇഹ്റാമിൽ പ്രവേശിക്കുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മുടിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ വൃത്തിയാക്കി ശരിയായി അത് പരിപാലിച്ച് ഹജ്ജിൻ്റെതായ ഇഹ്റാമിൻ്റെതായ വസ്ത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിച്ചു. അതുപോലെ തന്നെ പ്രവാചകൻ ബലിയെറുക്കാനായി കൂടെ കൊണ്ടുപോകുന്ന മൃഗങ്ങൾ, ഒട്ടകങ്ങൾ, അതിനൊക്കെ അടയാളം വെച്ച് അത് ബലിയെറുക്കാനുള്ളതാണ് എന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്തു. നാജിയത്ത് ഇബ്നു ജുന്ദുബ് എന്ന് പറയുന്ന അസ്ലം ഗോത്രക്കാരൻ സ്വഹാബിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഹദിയ അഥവാ ബലിമൃഗങ്ങളെ നോക്കാനായി ഹജ്ജിന് വരെ എത്തിക്കാനായി ഏൽപ്പിച്ചിരുന്നു. ദുൽഹുലൈഫയിൽ വെച്ച് തന്നെ ളുഹർ നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഈ ദുൽഹുലൈഫയിൽ ഇഹ്റാമിൽ പ്രവേശിച്ച് തൽബിയത്ത് ചൊല്ലുന്നത് ഞാൻ കേട്ടു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലാ യസീദു അലാ ഹഉലാഇൽ കലിമാത്ത്. ഇതായിരുന്നു പ്രവാചകന്റെ തൽബിയത്ത്. ഇതിനപ്പുറത്തേക്ക് ഇതിലെന്തെങ്കിലും വർധനവ് ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നതും കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിനും ചാണായും മുഴത്തിനും മുഴമായും പിൻപറ്റിയിരുന്ന മുത്തബിഉസ് സുന്ന, പ്രവാചകനെ അത്രത്തോളം ഇത്തിബാ ചെയ്ത പ്രവാചകന്റെ ചര്യകളുടെ മുത്തബിഅ എന്നറിയപ്പെട്ട സ്വഹാബിയാണല്ലോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ. അപ്പോൾ അദ്ദേഹം അത് കൃത്യമായി പിൽക്കാലത്ത് തൻ്റെ കൂടെയുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുൽഹുലൈഫ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർകഉ ബിദുൽഹുലൈഫ റകഅതൈൻ, അങ്ങനെ ദുൽഹുലൈഫയിൽ പ്രവാചകൻ നിസ്കാരം ഖസ്റാക്കിയാണ് നിർവഹിച്ചത്. അപ്പോൾ ഓരോ ചലനങ്ങളും പ്രവാചകന്റെ നിസ്കാരം എവിടെ വെച്ച് ഖസ്റാക്കാൻ തുടങ്ങി, അത് എത്ര റക്അത്ത് നിസ്കരിച്ചു, എങ്ങനെ തൽബിയത്ത് ചൊല്ലി, എങ്ങനെ ആ ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്തു, എങ്ങനെ ജനങ്ങൾക്ക് കൽപ്പനകൾ കൊടുത്തു. അഹല്ല ബിഹാ ഉലായിൽ കലിമാത്ത്, ഈ ഞാൻ ഈ പറഞ്ഞ വാചകങ്ങൾ കൊണ്ട് പ്രവാചകൻ തൽബിയത്ത് ചൊല്ലാൻ തുടങ്ങി, അതായത് ഹജ്ജിന്റെ ഇഹ്റാമിൽ പ്രവേശിച്ചു എന്ന് മുത്തഫഖുൻ അലൈഹി ഹദീസിൽ പല ഹദീസുകളിലൂടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അഥവാ ചെല്ലുന്ന ദിവസത്തെ അസ്ർ, മഗ്രിബ്, ഇശാ, അതുപോലെ തന്നെ പിറ്റേ ദിവസത്തെ സുബ്ഹിയും ദുഹറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹുലൈഫയിൽ വെച്ച് 5 വഖ്ത് നിസ്കാരം നിർവഹിച്ചു. യാത്രകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നിസ്കാരങ്ങളുടെ രീതി കൂടി സ്വഹാബിമാർ ഉദ്ധരിച്ച് നമുക്ക് കാണാൻ കഴിയും. ഈ യാത്രയിൽ, ഈ ഹജ്ജിന്റെ യാത്രയിൽ വസല്ലത്ത് തഹജ്ജുദ വ ഔതർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രകളിൽ സാധാരണഗതിയിലുള്ള മറ്റ് റവാത്തിബ് സുന്നത്തുകൾ ഒഴിവാക്കുമായിരുന്നു, ഖസ്റാക്കി നിസ്കരിക്കും. പക്ഷേ അപ്പോഴും തഹജ്ജുദ്, അതുപോലെ തന്നെ അത് വിത്റാക്കി നിസ്കരിക്കുക, അതുപോലെ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, അത് യാത്രകളിലും റസൂലുള്ളാഹി ഉണ്ടായിരുന്നില്ല എന്ന് പ്രവാചകന്റെ ഭാര്യമാരും മറ്റു സ്വഹാബിമാരും ഒക്കെ ഉദ്ധരിച്ച പല ഹദീസുകളും കാണാൻ കഴിയും. അത് ഈ യാത്രയിൽ മാത്രമല്ല, പൊതുവായ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്തിന്റെ മഹത്വവും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഹദീസ് കൂടിയാണ്. അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെയും അങ്ങനെ തന്നെ നിർവഹിച്ചത് കാണാൻ കഴിയും. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് വളരെ മഹത്വമേറിയ ആ സുന്നത്ത് നിസ്കാരം, തഹജ്ജുദ് അത് വിത്റാക്കി ഒറ്റയാക്കി നിസ്കരിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് പിന്നീടാണ് നാം നേരത്തെ പറഞ്ഞതുപോലെ ഇഹ്റാമിൽ പ്രവേശിക്കുകയും പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയും ചെയ്തു. മക്കയെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. റസൂലിന്റെ പ്രസിദ്ധമായ ഖസ്വാ എന്നു പേരുള്ള ഒട്ടകപ്പുറത്തായിരുന്നു പ്രവാചകൻ അന്ന് ഈ ഹജ്ജിൽ യാത്ര ചെയ്തിരുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് ഹദീസുകൾ, ഒരുപാട് റിപ്പോർട്ടുകൾ ഒക്കെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ട നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം അന്ന് ഒരുപാട് പ്രായമുള്ള വ്യക്തിയൊന്നുമല്ല. ഉമർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് ചെറിയ കാര്യങ്ങളൊന്നും ഒരു പക്ഷേ പലർക്കും തോന്നാവുന്ന കാര്യങ്ങൾ, റസൂൽ നിസ്കരിച്ചത്, ഖസ്റാക്കിയത്
ഒക്കെ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസുകളിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന പരിചാരകനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെയും നമുക്ക് പ്രവാചകന്റെ ജീവിതത്തിലെ ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാറുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന്റെ കാലടിപ്പാടുകൾ നടന്നു പോകുന്ന അതേ സ്ഥലത്ത് അതേ കാലടിപ്പാടുകളിൽ കൂടി ആ സ്ഥലത്ത് കൂടി തന്നെ തൻ്റെ ഒട്ടകത്തെയും തെളിയിക്കാൻ ശ്രമിച്ചിരുന്നൊരു മനുഷ്യനെന്നായിരുന്നു. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു മതപരമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ സുന്നത്താവില്ല, പ്രതിഫലം കിട്ടുന്ന രൂപത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സുന്നത്തായ പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ച കാര്യമല്ല. പക്ഷെ പ്രവാചകന്റെ അല്ലാത്ത തന്നെ കുറേ ചര്യകളുണ്ടല്ലോ. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് റസൂലിന്റെ ഇഷ്ടങ്ങൾ, റസൂലിന്റെ ചര്യകൾ, റസൂലിന്റെ നടപടികൾ അതുപോലും പിൻപറ്റാൻ ശ്രമിച്ചത് മനുഷ്യനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതും നമ്മൾ ശരിയായ നിയത്തിൽ പ്രവാചകനെ പിൻപറ്റുക എന്ന നിയത്തിലാണെങ്കിൽ അതും നമുക്ക് പ്രതിഫലാർഹമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ചതല്ലാത്ത റസൂലിന്റെ മറ്റു ചില സുന്നത്തുകളുണ്ടല്ലോ. സുന്നത്ത് എന്ന വാക്കിന് അങ്ങനെ അർത്ഥതലങ്ങളുണ്ടല്ലോ. അഥവാ ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും എന്നതാണ് സുന്നത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ മുസ്തഹബ് എന്ന വാക്കിനെ കുറിച്ച്, സുന്നത്ത് നിസ്കാരം, സുന്നത്ത് നോമ്പ്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. എന്നാൽ സുന്നത്ത് എന്ന പദത്തിന് പൊതുവായി പ്രവാചകന്റെ മൊത്തത്തിലുള്ള ചര്യ എന്നും അർത്ഥമുണ്ട്. മൊത്തത്തിലുള്ള ചര്യ അതൊരു പക്ഷേ ദീനിൽ ഒരു കാര്യം ആയി റസൂൽ പഠിപ്പിച്ചതാവില്ല, ഒരു കാര്യമായി. പക്ഷെ റസൂൽ ചെയ്തതാവും, റസൂൽ ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത് നമുക്കും അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ നമ്മളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ റസൂലിനോടുള്ള ഇഷ്ടത്തിന് നമുക്ക് ആ സ്നേഹത്തിന് നമുക്ക് കൂലിയുണ്ട്, അത് പ്രതിഫലമുണ്ട്. അപ്പോൾ അങ്ങനെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയ യാത്രകൾ, ആ കാലടിപ്പാടുകൾ, റസൂൽ ഒരു സ്ഥലത്ത് പോയി ഇറങ്ങി അവിടെ ഉണ്ടാക്കി നിസ്കരിച്ചുവെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് ആ യാത്ര പോകുമ്പോൾ അവിടെ ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ല. ആ ഇറങ്ങലൊരു പുണ്യ സ്ഥലമൊന്നുമല്ല. റസൂൽ അവിടെ ഇറങ്ങി ആ റസൂലിനുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഒരാവശ്യമില്ലെങ്കിൽ അവിടെ ഇറങ്ങി ഉദൂ ചെയ്ത് നിസ്കരിച്ചു പോകുന്ന ഒരു ശീലം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. അത് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടമാണ്. അത് ഏത് കാര്യത്തിലും നമുക്കത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ആ ഒരു കാര്യം സുന്നത്തല്ലെങ്കിൽ കൂടി അള്ളാഹുവിൻ്റെ റസൂലിനുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ, ആ ഒരു സ്നേഹം നമ്മൾ വെച്ച് കൊടുത്തതിൻ്റെ പേരിൽ നമ്മുടെ നിയ്യത്ത് ശരിയാണെങ്കിൽ നമുക്ക് അള്ളാഹുവിന് അതിലും പ്രതിഫലം പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അതൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് കയറി, അപ്പോൾ അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൽബിയത്ത് ചൊല്ലി ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഈ ദുൽഹുലൈഫയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുൻപ്, ഇവിടെ ഇഹ്റാമിൽ പ്രവേശിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഉണ്ടായ മറ്റൊരു സംഭവം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായിരുന്ന അസ്മാ ബിൻത് ഉമൈസ്, അബൂബക്കറിന്റെ മകളുണ്ട് അബൂബക്കറിന്റെ ഭാര്യയുമുണ്ട് അസ്മാ ബിൻത് ഉമൈസ്. അബൂബക്കറിന് മാത്രമല്ല പല പ്രമുഖ സ്വഹാബിമാരുടെയും പിന്നീട് അവരുടെ മരണശേഷം അങ്ങനെ പല പ്രമുഖ സ്വഹാബിമാരുടെയും ഭാര്യയായിരുന്ന ഒരു സ്വഹാബി വനിതയാണ്, ഒരു മഹദിയാണ് അസ്മാ ബിൻത് ഉമൈസ്. അവർ അബൂബക്കറിന്റെ ഒരു മകന് മുഹമ്മദ് ബിൻ അബീ ബക്കർ എന്ന് പറയുന്ന മകന് ഇവിടെ വെച്ച് ജന്മം നൽകിയത് ദുൽഹുലൈഫിൽ വെച്ചായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഒരു മരച്ചുവട്ടിൽ വെച്ച് നുഫിസത്ത് അസ്മാ ബിൻത് ഉമൈസിൻ ബി മുഹമ്മദ് ബിൻ അബീ ബക്കർ, അബൂബക്കറിന്റെ മകൻ മുഹമ്മദ് എന്ന് പറയുന്ന ആ മകന് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ ജന്മം നൽകിയത് ദുൽഹുലൈഫിൽ വെച്ചായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ആ പ്രസവ രക്തത്തിൽ നിന്നും മറ്റും കുളിച്ച് ശുദ്ധിയായി പിന്നീട് ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി കൽപ്പിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന കാണാൻ കഴിയും. മുഹമ്മദ് ബിൻ അബീ ബക്കർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നീടും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ മകൻ, പേരക്കുട്ടി, ഇവരൊക്കെ വലിയ പണ്ഡിതന്മാരാണ്. മദീനയിലെ അറിയപ്പെട്ട പണ്ഡിതന്മാരിൽ പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ ഖാസിം ബിൻ മുഹമ്മദ് ബിൻ അബീ ബക്കർ ഒക്കെ പിന്നീട് ചരിത്രത്തിൽ വളരെ വലിയ അറിവിന്റെ മേഖലയിൽ, വിജ്ഞാനത്തിന്റെ മേഖലയിലേക്ക് ഉയർന്നു വരുന്ന ആളുകളായി നമുക്ക് പിന്നീട് ചരിത്രത്തിൽ ഇവരൊക്കെ കാണാൻ കഴിയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹുലൈഫയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. അപ്പോൾ സ്വഹാബിമാരൊക്കെയും തൽബിയത്തും അതുപോലെ തന്നെ തക്ബീറും ഒക്കെ ചൊല്ലുന്ന പല രൂപത്തിലുള്ള സ്വഹാബിമാരുണ്ട്. അപ്പോൾ ഈ യാത്രാ സംഘം ഇങ്ങനെ പോകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, സ്വഹാബിമാരോട് തൽബിയത്ത് ചൊല്ലുന്നത് ശബ്ദം ഉയർത്തിക്കൊണ്ടാവണമെന്ന് കൽപ്പിക്കണം.
അപ്പോൾ നമ്മൾ ഇന്ന് ഹജ്ജിന് പോവുകയാണെങ്കിൽ സാധിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെയും ഉറക്ക തൽബീയത്ത് ചൊല്ലുക എന്നത് സുന്നത്താണ്. അത് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകം വഹിയായി അല്ലാഹുവിൻ്റെ വഹി എത്തിച്ചു കൊടുത്ത ഒരു കാര്യം കൂടിയാണ്. ഉച്ചത്തിൽ തൽബീയത്ത് ചൊല്ലുക, അത് പ്രഖ്യാപിക്കുക, ആ ഹജ്ജിൻ്റെ ആ ചിഹ്നങ്ങൾ, ആ ഷിയാറുകൾ നമ്മൾ ഉച്ചത്തിൽ തന്നെ പറയുക എന്നത്. അത് റസൂലുള്ളാഹി അങ്ങനെ കൽപ്പിക്കുകയും പിന്നീട് ഉച്ചത്തിൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടായിരുന്നു പിന്നീട് യാത്രയിൽ സ്വഹാബിമാർ ഉണ്ടായിരുന്നത് എന്നും നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയും. അങ്ങനെ മക്കയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹുലൈഫയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. അങ്ങനെ ദുൽഹുലൈഫയിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്രക്കിടയിലും പല സംഭവങ്ങൾ നടക്കുന്നത് കാണാൻ കഴിയും. ഈ യാത്രയിൽ ഈ ഹജ്ജിൻ്റെ പ്രവാചകൻ്റെ ഹജ്ജത്തുൽ വദായിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി കാണുന്നത് ഈ ഹജ്ജിലായിരുന്നു എന്നുള്ളതാണ്. പല ആളുകളും കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല ഗോത്രങ്ങളിലും ഇസ്ലാം എത്തി മുസ്ലിങ്ങളായിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെയുള്ള ആളുകളുടെ വഫ്ദുകൾ, പ്രതിനിധി സംഘങ്ങളാണ് മദീനയിലേക്ക് വന്ന് റസൂലിനെ നേരിട്ട് കണ്ട് ബൈഅത്ത് ചെയ്തു ഒക്കെ തിരിച്ചു പോയത്. പല ആളുകൾക്കും റസൂലിനെ നേരിട്ട് അറിയില്ല. റസൂൽ ആരാണ്, റസൂലിൻ്റെ മുഖം എന്താണ്, പരിചയമില്ലാത്ത ഒട്ടേറെ ആളുകൾ ഈ യാത്രാ സംഘത്തിലും അതുപോലെ തന്നെ ഈ വഴിക്ക് വെച്ച് വന്നു ചേരുന്ന യാത്രാ സംഘങ്ങളിലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവരാദ്യം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന പല നിമിഷങ്ങളും ഈ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായി കാണുമ്പോൾ അവർ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരുപാട് സംശയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിരുന്നത് ഈ ഹജ്ജിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഹജ്ജിനിടയിൽ ഉണ്ടായ ചില സംഭവങ്ങൾ, ഈ യാത്രക്കിടയിൽ ഉണ്ടായ ചില സംഭവങ്ങൾ സൂചിപ്പിക്കാം. അതിലൊന്നായിരുന്നു ഒരു അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ, വളരെ പ്രായമുള്ള വാർദ്ധക്യത്തിന് അങ്ങേത്തലക്കലെത്തിയ ഒരു മനുഷ്യൻ, അയാളുടെ 2 മക്കളുടെ ചുമലിൽ ഇങ്ങനെ താങ്ങി പിടിച്ച് വളരെ പ്രയാസപ്പെട്ട് നടന്നു പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അപ്പോൾ ഇസ്ലാമിൻ്റെ ഇബാദത്തുകളും ഇസ്ലാമിൻ്റെ എല്ലാ കർമ്മങ്ങൾ, ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതിൻ്റെ ഒക്കെയുള്ളൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തെയോ മനസ്സിനെയോ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിച്ചുകൊണ്ടുള്ള ആരാധനാമുറകളോ അനുഷ്ഠാനങ്ങളോ ഒന്നും ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ്. സ്വാഭാവികമായി ഒരു മനുഷ്യന് ഒരു കാര്യം ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാവും. അതെല്ലാത്തിലും ഉണ്ടാവും. ഒരു മനുഷ്യന് ജോലി ചെയ്യണമെങ്കിൽ അതും ചിന്തിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ അത് ബുദ്ധിമുട്ടായിരിക്കും. അത് എന്നാൽ പിന്നെ നിസ്കാരത്തിൽ റസൂലുള്ളാഹി ദീനിൽ സുബഹി നിസ്കാരമുണ്ടല്ലോ, അതെല്ലാവർക്കും ബുദ്ധിമുട്ടാണല്ലോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അത് സ്വാഭാവികമായ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു പ്രയാസവും അതിലൊരു ത്യാഗവും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാൽ അതിനപ്പുറത്ത് ഇന്ന് പല നാടുകളിലും ഇസ്ലാമിൻ്റെ പേരിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ ഇസ്ലാമിനുള്ളിലേക്ക് വന്ന പല ആചാരങ്ങളും പല വിശ്വാസങ്ങളെയും പോലെ അല്ലെങ്കിൽ മറ്റു പല മതങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ മനുഷ്യരെ പീഡിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആരാധനാ രീതി, ഒരു ഇബാദത്ത്, അങ്ങനെ ഒരു ഇബാദത്ത് ഇസ്ലാമിൽ ഒരു ഇബാദത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇന്ന് നമ്മുടെ നാടുകളിൽ ഷിയാക്കളുടെ ഈ വിശ്വാസ ആചാരങ്ങളുടെ ഭാഗമായി ഉണ്ടായ റാത്തീബുകൾ, അതിൽ തന്നെ കുത്തുറാത്തീബുകൾ, മനുഷ്യന്റെ ശരീരത്തെ വാൾ കൊണ്ടല്ലെങ്കിൽ കത്തി കൊണ്ടൽ പ്രത്യേകമായ ആയുധങ്ങൾ കൊണ്ട് മുറിപ്പെടുത്തി അതിൽ നിന്ന് ചോര വന്ന് അങ്ങനെ അതൊരു ഇബാദത്തായി മാറുന്നൊരു സിസ്റ്റം അത് ഇസ്ലാമിൽ എവിടെയും അങ്ങനെ ഏതെങ്കിലും അതിന് സമാനമായ ഏതെങ്കിലും ഒന്ന് പഠിപ്പിക്കപ്പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അതിനൊരു വലിയൊരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവം. അഥവാ ഇസ്ലാം എന്താണ് ഒരു സാധാരണ മനുഷ്യന്, ഒരു സാധാരണക്കാരായ ഒരാൾക്ക്, അത്യാവശ്യം ആരോഗ്യവും മറ്റു കാര്യങ്ങളൊക്കെയുള്ള ഒരു സാധാരണ മനുഷ്യൻ, അയാൾക്ക് വളരെ ലളിതമായി ചെയ്യാൻ കഴിയുന്ന ഒരു ആചരിക്കാൻ കഴിയുന്ന, അനുഷ്ഠിക്കാൻ കഴിയുന്ന ഒരു ദീനാണ് ഇസ്ലാം. അപ്പോൾ ഈ മനുഷ്യൻ പ്രയാസപ്പെട്ട് ഇങ്ങനെ മക്കളുടെ ചുമലിൽ താങ്ങി ഇങ്ങനെ കഷ്ടപ്പെട്ട് നടന്നു പോകുന്ന റസൂലുള്ളാഹി കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമ്മാ ബാലു ഹാദാ, എന്താ ഈ മനുഷ്യൻ ഇങ്ങനെ ഇയാളെന്താ ഇങ്ങനെ കഷ്ടപ്പെട്ട്, ഒട്ടകങ്ങളുണ്ട്, കുതിരയുണ്ട്, അയാൾക്ക് വാഹനം ഉപയോഗിക്കാമല്ലോ, എന്നിട്ടും ഇങ്ങനെ പ്രയാസപ്പെട്ട് മക്കളുടെ ചുമലിൽ ഇങ്ങനെ നടന്നു പോകുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ആളുകൾ പറഞ്ഞു, നദറ അൻ യംശി, റസൂലേ അയാൾ നടന്നേ ഹജ്ജിന് പോകൂ എന്ന് നേർന്നിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇസ്ലാം എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ലളിതമായാണ് ഇതിനെ സംവിധാനിച്ചിരിക്കുന്നത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ലളിതമാണ് ഇതിനെ പഠിപ്പിച്ചത്. അയാൾ നടന്നു പോകാൻ വേണ്ടി നേർന്നിരിക്കുകയാണ്, നടന്നേ പോകൂ ഹജ്ജിന്, അത് നേർച്ചയാണ്. അപ്പം നേർന്നു കഴിഞ്ഞാൽ പിന്നെ അത് വീട്ടിൽ വാജിബാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അൻ തഅദീബി ഹാദാ നഫ്സഹു ലഗനിയ്യുൻ,
ഇയാൾ സ്വന്തം ശരീരത്തെ ഇങ്ങനെ പീഡിപ്പിച്ച് അള്ളാഹുവിനെ ആരാധിക്കുന്നു. അള്ളാഹു അതിനേക്കാൾ എത്രയോ ധന്യനാണ്. അള്ളാഹുവിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പറഞ്ഞത് വൃത്തിക്ക് ചെയ്താൽ മതി. അതല്ലാതെ ഓവറായി കുറെ കൂടി ശരീരത്തെ പീഡിപ്പിച്ച് സ്വന്തം നഫ്സിനെ തന്നെ അതിനെ അദാബിൽപ്പെടുത്തി ഇങ്ങനെ പീഡിപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഫലവുമില്ല. അതൊക്കെ പടച്ചവൻ അതിനേക്കാൾ എത്രയോ ധന്യനാണ്. അള്ളാഹുവിൻ്റെ ഇതിൻ്റെ ഒരു ആവശ്യവുമില്ലല്ലോ എന്ന് പറഞ്ഞ ആ മനുഷ്യനോട് വാഹനത്തിൽ കയറി ഹജ്ജിന് യാത്ര പുറപ്പെടാൻ വേണ്ടി കൽപ്പിച്ചു. വാഹനം ഉപയോഗിച്ച് ആ നേർച്ച മുറിച്ച് വാഹനം ഉപയോഗപ്പെടുത്തി ഹജ്ജിന് വേണ്ടി പോകാൻ വേണ്ടി റസൂൽ കൽപ്പിച്ചു. ഇമാം ബുഖാരി മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവം കാണാൻ കഴിയും. റൗഹാ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു കൂട്ടം യാത്രാ സംഘം, ഒരു 10-15 താഴെ ആളുകൾ വരുന്ന ഒരു ചെറിയ യാത്രാ സംഘത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വലിയ സംഘം കണ്ടുമുട്ടി. അപ്പോൾ ഇവരും പ്രവാചകനോടൊപ്പം ഹജ്ജിന് ഈ സംഘത്തിൽ ചേരാൻ വേണ്ടി ആഗ്രഹിച്ചു വരുന്ന ആളുകളാണ്. പ്രവാചകനോടൊപ്പം ഹജ്ജ് ചെയ്യാൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരിൽ എല്ലാവർക്കും റസൂൽ ആരാണെന്ന് തന്നെ അറിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ കണ്ടപ്പോൾ ചോദിച്ചു, മനിൽ ഖൗം, നിങ്ങൾ ആരാണ്? അപ്പോൾ അവർ പറഞ്ഞു, മുസ്ലിമോ, ഞങ്ങൾ മുസ്ലിങ്ങൾ തന്നെയാണ് ഹജ്ജിന് വേണ്ടി വന്നത്. അപ്പോൾ അവരിൽ ഒരാൾ ചോദിച്ചു, മൻ അൻത, നിങ്ങൾ ആരാണെന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോൾ മുസ്ലിങ്ങളാണെന്ന് അവർ മറുപടി പറഞ്ഞു. അപ്പോൾ അവരിൽ ഒരാൾ തിരിച്ചു ചോദിച്ചു, ഇത് ചോദിക്കുക നിങ്ങൾ ആരാണ്? റസൂലിനോടാണ് ഈ ചോദിക്കുന്നത്, അറിയില്ല. റസൂൽ ആരാണെന്ന് അറിയില്ല. റസൂൽ അങ്ങനെ ഈ ഒരു സംഘത്തിൽ നിൽക്കുമ്പോൾ ഒരു രാജാവിനെ പോലെ വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരു മനുഷ്യനും അങ്ങനെ ഒരു വേഷഭൂഷാദികളും സ്വീകരിച്ചിരുന്ന ഒരു മനുഷ്യനും ആയിരുന്നില്ല. നിങ്ങൾ ആരാണെന്ന് തിരിച്ചു ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി. അതൊരു അഹങ്കാരത്തോടും മറ്റൊന്നും ചോദിച്ചതല്ല. പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുന്ന ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് പറയുന്നത് കാണാൻ കഴിയും. അവർ ആളുകളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും കണ്ടു പരിചയമില്ലല്ലോ. പുതിയ മുസ്ലിങ്ങളായ എത്രയോ അനവധി ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന്, ഈ വന്ന സംഘത്തിൽ നിന്ന് ഒരു സ്ത്രീ ഒരു ചെറിയ കുഞ്ഞിനെ ഉയർത്തി കാണിച്ചു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ. കുഞ്ഞിനെ ഇങ്ങനെ പൊക്കി പിടിച്ച് പ്രവാചകൻ മുമ്പിൽ ചോദിച്ചു, അലി ഹാദാ ഹജ്ജുൻ, അല്ലാഹുവിൻ്റെ റസൂലെ, ഈ കുഞ്ഞിന് ഹജ്ജുണ്ടോ? നമ്മൾ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി യാത്രാ സംഘമായി വന്നാണ്. ഈ കുഞ്ഞ് കൂടെയുണ്ട്. ഈ കുഞ്ഞിന് ഹജ്ജുണ്ടോ? ഈ കുഞ്ഞ് ഹജ്ജ് ചെയ്താൽ അത് ശരിയാകും? റസൂൽ പറഞ്ഞു, കുഞ്ഞ് ഹജ്ജ് ചെയ്ത് വരുമ്പോൾ ഹജ്ജ് ശരിയാകും. പക്ഷേ വലക്കി അജ്ർ, അതിന്റെ പ്രതിഫലം നിനക്കാണ്. കുഞ്ഞിന് പ്രതിഫലം ഇല്ല എന്നല്ല, കുഞ്ഞിനും പ്രതിഫലം ഉണ്ടാകും. അതിന്റെ ആ കുഞ്ഞിനെ കൊണ്ടുവന്നു എന്ന നിലക്ക് അതിന്റെ ഉമ്മക്ക് പ്രതിഫലം ഉണ്ടാകും. പക്ഷെ ആ കുഞ്ഞിന്റെ ഹജ്ജ് എന്നുള്ള നിർബന്ധ ബാധ്യത അത് വീടില്ല. ചെറിയ പ്രായത്തിൽ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫർദ് എന്ന നിലക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കൽ ചെയ്തിരിക്കേണ്ട ഹജ്ജിന്റെ ആ ബാധ്യത വീടില്ല. അത് ആ കുഞ്ഞ് വകതിരി വെത്തി സ്വന്തം നിലക്ക് തന്നെ പൂർണ്ണമായി വേറെ ഹജ്ജ് നിർവഹിക്കുക തന്നെ വേണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഈ യാത്രയിലുണ്ടായ മറ്റൊരു സംഭവം, മക്കയിലേക്കുള്ള യാത്രയിൽ അബ്വാ അല്ലെങ്കിൽ വദ്ദാൻ, ഏതോ ഒരു സ്ഥലം ഈ ഹദീസ് ഉദ്ധരിച്ച സ്വഹാബിമാർക്ക് സംശയമുണ്ട്. അബ്വാ എന്നുള്ള സ്ഥലം നമുക്ക് നേരത്തെ പരിചയമുണ്ട്. റസൂലുള്ളാഹി നമ്മുടെ ഉമ്മയെ ഖബറടക്കിയ സ്ഥലമാണ് അബ്വാ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ വദ്ദാൻ, ഇതൊക്കെ അടുത്തടുത്ത പ്രദേശങ്ങളാണ്. അവിടെ എത്തിയപ്പോൾ സ്വഅബ് ഇബ്നു ജസ്സാമ എന്ന പേരുള്ള ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കാട്ട് കഴുതയെ അതിനെ വേട്ടയാടി പിടിച്ച് അതിനെ മാംസം പാകം ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയയായി കൊടുത്തു. അപ്പോൾ ഹജ്ജിൽ ഒരാൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വേട്ട എന്നുള്ളത് പാടില്ലല്ലോ. വേട്ട ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ അത്തരം കാര്യങ്ങൾ പാടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന കാണാൻ കഴിയും. അങ്ങനെ പ്രവാചകൻ ഈ മനുഷ്യന് ഹദിയ കൊടുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരിച്ചു കൊടുത്തു. എന്നിട്ട് സ്വാഭാവികമായിട്ടും പ്രവാചകൻ ഒരു ഹദിയ കൊടുത്തു, അത് പ്രവാചകൻ നിരസിച്ച് തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുക്കുന്നയാൾക്ക് അല്ലാഹുവിൻ്റെ റസൂലാണ് ഒരു സംഗതി നിരസിക്കുന്നത്, അത്ര വലിയ മനോഷമം ഉണ്ടാകും. അപ്പോൾ അയാൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞു, ഇന്നാലം നറുദ്ദഹു അലൈക ഇല്ലാ നഹ്റും, നമ്മൾ ഈ ഹറാമിലായതുകൊണ്ടാണ്, ഇങ്ങനെ മുഹരിമായിരിക്കുന്ന അവസ്ഥയിലായതുകൊണ്ടാണ് സ്വഅബ് ഇബ്നു ജസ്സാമ താങ്കൾ തന്ന ഹദിയ സ്വീകരിക്കാത്തത്. ഇതിൽ നിന്ന് സംഭവം ഉദ്ധരിക്കാനുള്ള കാര്യം, ഒരു സംഭവം വെറുതെ പറഞ്ഞു പോകുന്നുള്ളതല്ല, ഒരു സംഭവം ഈ യാത്രയിൽ ഉണ്ടായതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹജ്ജിന്റെ ഓരോ മസാലകൾ ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ട് ഈ മനുഷ്യൻ തന്ന ഹദിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുത്തു? എന്നാൽ ഇതേ സമയം തന്നെ വേറൊരു റിപ്പോർട്ടിൽ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു അദ്ദേഹം കൊണ്ടുകൊടുത്ത ഇതേ സമാനമായ മാംസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചു എന്ന് നമുക്ക് വേറൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും. അപ്പോൾ അതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഓരോ മസാലകൾ അതിൽ നിന്ന് ഇങ്ങനെ ഒരു മുസ്ലിമിന് പിന്നീട് ഉപകാരപ്പെടുന്ന ഒരുപാട് മസാലകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് കാണാൻ കഴിയും. അഥവാ അതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. അഥവാ സ്വഅബ് ഇബ്നു ജസ്സാമ എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ ഈ ഒരു
ഈ കാട്ടുകഴുതിയെ വേട്ടയാടിയതും പിടിച്ചതും ഒക്കെ റസൂലിന് വേണ്ടി മാത്രമാണ്. റസൂലിനെ ഉദ്ദേശിച്ചുകൊണ്ട് റസൂലിന് കൊടുക്കാൻ വേണ്ടി, ഹദിയ കൊടുക്കാൻ വേണ്ടി വേട്ടയാടി പിടിച്ചതാണ്. അത് അറിഞ്ഞുകൊണ്ടാണ് റസൂൽ അത് വേണ്ടാന്ന് പറഞ്ഞത്. കാരണം ഇഹ്റാമിലാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ഇഹ്റാമിലായിരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി, അല്ലെങ്കിൽ അയാളുടെ ഒരു സഹായത്തിന് വേണ്ടി, അയാൾക്ക് വേണ്ടി ചെയ്താൽ അത് പ്രവാചകൻ നിരസിച്ചു. എന്നാൽ മറ്റേ സ്വഹാബി കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ റസൂൽ സ്വീകരിച്ചു. കാരണം അത് പ്രവാചകന് വേണ്ടി, ഇഹ്റാമിലായിരിക്കുന്ന പ്രവാചകന് വേണ്ടി വേട്ടയാടി പിടിച്ചതല്ല. അത് അയാൾക്ക് വേണ്ടി, അയാൾ വേട്ടയാടി ഭക്ഷണത്തിനാക്കാൻ വേണ്ടി വേട്ടയാടി അതിനെ ഭക്ഷണമാക്കാൻ വേണ്ടി അയാൾ വേട്ടയാടി പിടിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു ഭാഗം റസൂലിനും കൂടി കൊടുത്തു എന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള പ്രവാചകൻ നമ്മുടെ ജീവിതത്തിലെ പല സംഭവങ്ങളിൽ നിന്ന് നമുക്ക് ഇസ്ലാമിക ഫിഖ് പഠിക്കുമ്പോൾ ഈ യാത്രയിൽ എന്നല്ല, റസൂലുള്ളാഹി നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചില വാക്കുകൾ, ചില പ്രവൃത്തികളൊക്കെ ഇസ്ലാമിൽ പിന്നീട് അത് കർമ്മശാസ്ത്രത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളായി രൂപാന്തരപ്പെടുന്നത് നമുക്ക് പ്രവാചക ജീവിതത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. അത് അല്ലാഹു റസൂലിന്റെ മാത്രം ആ തിരു സീറയുടെ തിരു ജീവിതത്തിന് മാത്രം പ്രത്യേകതയാണല്ലോ. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഒക്കെ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് താമസിച്ചൊരു സ്ഥലമായിരുന്നു മക്കയുടെ കുറെ കൂടി അടുത്ത്, മക്കയിൽ നിന്ന് ഒരു 10 മൈൽ പുറത്തുള്ള സരിഫ് എന്ന് പേരുള്ള ഒരു പ്രദേശം. അവിടെ സരിഫ് എന്ന് പറയുന്ന സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പ്രഖ്യാപനം നടത്തി. മറ്റൊരു സ്വഹാബിമാരോട് മറ്റൊരു പ്രഖ്യാപനം നടത്തിയത്, കൂടെ ബലിമൃഗങ്ങൾ, ബലിമൃഗങ്ങളെ കൊണ്ടുവരാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർ ഈ ഹജ്ജിന്റെ നിയ്യത്ത് മാറ്റി ഉംറ എന്നുള്ളത് ഉംറ നിർവഹിക്കുക എന്ന നിയ്യത്താക്കണം. അവരുടെ ഹജ്ജിന് പകരം ഉംറ എന്നതാക്കി മാറ്റണം. കാരണം ഹജ്ജിലാണല്ലോ ഈ ബലിയെറുക്കലുള്ളത്, ഉംറയിൽ അതില്ലല്ലോ. അപ്പോൾ അങ്ങനെ കൂടെ ബലിമൃഗങ്ങൾ ഇതുവരെ കൂടെ കൊണ്ടുവരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതവർ ഉംറയായി ആദ്യം പരിഗണിക്കണം. അങ്ങനെ നിയ്യത്ത് ചെയ്ത് മുന്നോട്ട് പോകണം. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും. ഫനസൽനാ ബി സരിഫ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖറജ ഇലാ അസ്ഹാബിഹി, സ്വഹാബിമാർക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് പറഞ്ഞു, മല്ലം യകും മിൻകും മഅഹു ഹദിയുൻ, ആരുടെയെങ്കിലും കൈവശം ഹദി ബലിമൃഗങ്ങൾ ഇല്ല എങ്കിൽ ഫഅഹബ്ബ അൻ യജഅലഹാ ഉംറതൻ ഫൽയഫഅൽ, അത് ഉംറയാക്കാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നു എങ്കിൽ അതവൻ ഉംറയാക്കിക്കൊള്ളട്ടെ. വമൻ കാന മഅഹുൽ ഹദി ഫലാ, ആരെങ്കിലും കൈവശം ബലിമൃഗങ്ങൾ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ തന്നെ ഈ സരിഫ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പറയുന്ന പോലെ ഓരോ സ്ഥലത്ത് പ്രവാചകൻ സ്വന്തം തമ്പടിക്കുന്നു, ഓരോ സംഭവങ്ങൾ, ഓരോ വ്യക്തികൾ ഇതുമായി ബന്ധപ്പെടുന്നു, സംശയങ്ങൾ ചോദിക്കുന്നു, ഓരോ പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോടനുബന്ധിച്ച് ലോകാവസാനം വരേക്കുള്ള മുസ്ലിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ ഇന്ന് കിട്ടുന്നു. അപ്പോൾ സരിഫിൽ നിന്ന് അങ്ങനെ ഉണ്ടായ മറ്റൊരു ഒരു പാഠമാണ് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഈ സരിഫ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഹൈദുണ്ടായ സംഭവം. അപ്പോൾ ഈ യാത്രയിൽ ഒരു സ്ത്രീക്ക് ഹൈദുണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇത്, ഈ സംഭവം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നതുകൊണ്ട് ഒരു വിശ്വാസിനിക്ക് പിന്നീട് വളരെ എളുപ്പത്തിൽ പഠിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഹൈദുണ്ടായി, വളരെ വലിയ മനപ്രയാസത്തിലായി ആയിഷ റളിയല്ലാഹു അൻഹ. കാരണം മറ്റെല്ലാ ഭാര്യമാരും പ്രവാചകന്റെ കൂടെ ഉണ്ട്, മൊത്തം എല്ലാവരും ഉണ്ട്. അതോടൊപ്പം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു ഹജ്ജ് നിർവഹിക്കാൻ പോവാണ്. അപ്പോൾ ഇനി എനിക്ക് എന്താണ് ഇനി ഞാൻ ചെയ്യുക, ഇനി ഹൈദുണ്ടായി എന്നതുകൊണ്ട് എനിക്ക് തവാഫ് ചെയ്യാൻ കഴിയില്ല, അതുപോലെ തന്നെ മറ്റു പല കർമ്മങ്ങളും എനിക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നവർ ആലോചിച്ച് അവർ കരയാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പ്രവേശിച്ചപ്പോൾ അങ്ങനെ ആയിഷ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. മാ യുബ്കീകി, എന്താണ് ആയിഷ നിന്നെ കരയിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല, വദിത്തു വല്ലാഹി അന്നി ലം അഹുജ്ജൽ ആം, ഈ വർഷം അല്ലാഹു ആണ് ഹജ്ജ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, നിനക്ക് ഹൈദുണ്ടായിരിക്കും അല്ലേ, നീ ആർത്തവകാരിയായി മാറിയിട്ടുണ്ട്. അതെ. അപ്പോൾ അവർ പറഞ്ഞു അതെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ദാലിക ഷൈഉൻ കതബഹു അല്ലാഹു അലാ ബനാതി ആദം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികൾക്ക്, അവരിലെ സ്ത്രീകൾക്ക്, ആദമിന്റെ പെൺമക്കൾക്ക് അല്ലാഹു നിശ്ചയിച്ച, അവരുടെ ജീവിതത്തിൽ സംവിധാനിച്ച, അവരുടെ ജൈവശാസ്ത്രപരമായ ഒരു സവിശേഷതയാണല്ലോ ഈ പറഞ്ഞ ഹൈദ് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് ഫഫ്അലി മാ യഫ്അലുൽ ഹാജ്, ഇനി ഹജ്ജിൽ ഒരു ഹാജ് നിർവഹിക്കുന്നതൊക്കെ നീയും നിർവഹിക്കണം. ഗൈറ അല്ലാ തതൂഫി ബിൽ ബൈത്ത് ഹത്താ തത്ഹരി, പക്ഷെ തവാഫ് ചെയ്യാൻ പാടില്ല.
ഹൈദിൽ നിന്ന് ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയാകുന്നത് വരെ തവാഫ് ചെയ്യാൻ പാടില്ല. ബാക്കി ഒരു ഹാജി നിർവഹിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെയും നിർവഹിക്കണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിനികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നം ഇനി ലോകാവസാനം വരേക്കുമുള്ള ഒരു പ്രശ്നത്തിലുള്ള പരിഹാരം ഈ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സാഹചര്യത്തിലൂടെ മനുഷ്യരെ പഠിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അങ്ങനെ മക്കയുടെ അടുത്തേക്ക് എത്തി. ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെയും നമുക്ക് കാണാൻ കഴിയും. പിന്നെയും അവരുടെ ഒരു ഉദ്ധരണികളിലൂടെ ഹജ്ജിൻ്റെ ഒരു ചരിത്രം അങ്ങനെയും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഫഖദിംതു മക്കത വഅന ഹായിദ്, മക്കയിലെത്തുമ്പോൾ ഞാൻ ആർത്തവകാരിയായിരുന്നു. വലം അതുഫ് ബിൽ ബൈത്ത്, റസൂലിൻ്റെ കൽപ്പന പ്രകാരം ഞാൻ കഅബ തവാഫ് ചെയ്തിരുന്നില്ല. അതുപോലെ തന്നെ വലാ ബൈന സഫാ വൽ മർവ, ഞാൻ സഅയും നിർവഹിച്ചിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ അതിനെക്കുറിച്ച് പരാതി പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നേരത്തെ ഉംറയും ഹജ്ജും ഒക്കെ നിയത്താക്കിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ളവർ പ്രവാചകന്റെ കൂടെ വന്നിരുന്നു. നീ ഉംറ നീ ഇപ്പോൾ ഒഴിവാക്കിക്കോ, കാരണം ഉംറയിൽ എന്തായാലും തവാഫും സഅയുമുണ്ട്. അപ്പോൾ അത് ഹൈദുള്ള കാരണത്തിൽ അത് നിർവഹിക്കാൻ കഴിയില്ല. ഹജ്ജ് മാത്രം ഇപ്പോൾ മനസ്സിൽ നിയത്താക്കിക്കോ എന്ന് പറഞ്ഞു ഉംറയുടെ നിയത്ത് ഒഴിവാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പിന്നെ അവസാനം ഹജ്ജും ഒക്കെ കഴിഞ്ഞ് ഹജ്ജിന്റെ കർമ്മങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരൻ ആയ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബൂബക്കറിന്റെ മറ്റൊരു മകൻ അബ്ദുറഹ്മാൻ, അദ്ദേഹത്തിന്റെ കൂടെ സഹോദരിയായ ആയിഷ റളിയല്ലാഹു അൻഹയും തൻഈം എന്ന് പറയുന്ന മക്കയിൽ നിന്ന് ഏറ്റവും അടുത്ത് ഇഹ്റാമിൽ പ്രവേശിക്കാൻ കഴിയുന്ന സ്ഥലം അവിടേക്ക് അയക്കുകയും പിന്നെയും ഇഹ്റാം ചെയ്ത് പിന്നെ അവരൊരു ഉംറ നഷ്ടപ്പെട്ടു പോയ ആദ്യം ഉപേക്ഷിച്ച ആ ഉംറ നിർവഹിക്കുകയുമാണ് പിന്നീട് ഉണ്ടായത് എന്ന് അവർ തന്നെ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. മുത്തഫഖുൽ ഹദീസ് ഹാദിഹി മകാന ഉംറതിക്, ആദ്യം നീ ഉപേക്ഷിക്കേണ്ടി വന്ന ആർത്തവം കാരണം ഒഴിവാക്കേണ്ടി വന്ന തവാഫും സഅയും നിർവഹിക്കാൻ കഴിയാതെ ഒഴിവാക്കേണ്ടി വന്ന ഉംറയ്ക്ക് പകരമാണ് ഈ ഉംറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞതായും ഈ ഹദീസ് നമുക്ക് കാണാം. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്താറായി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10 മൈൽ മുമ്പുള്ള ഒരു സ്ഥലമാണ് ഈ സരിഫ്. അതുപോലെ തന്നെ ദൂത്തുവ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മക്കയ്ക്ക് മുമ്പ് അവിടെ താമസിച്ചിട്ടുണ്ട്, അവിടെയും തമ്പടിച്ചിട്ടുണ്ട്. മക്കയിലേക്കുള്ള യാത്ര ഇങ്ങനെ മക്കയുടെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. മക്കയുടെ കാബയുടെ വാതിലിന്റെ ദിശയിലേക്ക് തിരിയുന്ന ആ ഒരു സ്ഥലമാണ് ഈ ദൂത്തുവ അല്ലെങ്കിൽ ദീത്തുവ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം. ദീത്തുവയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൽബിയത്ത് ചൊല്ലുന്നത് അപ്പോഴത്തേക്ക് നിർത്തി. ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഇവിടെ എത്തിയത്. പിന്നെ അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേ ദിവസം അവിടെ രാത്രി താമസിച്ച് പിറ്റേ ദിവസം സുബഹി നിസ്കരിച്ച് കുളിച്ച് വൃത്തിയായി അവിടെ സുബഹി നിസ്കരിച്ച് പിന്നെയാണ് അവിടെ നിന്നും മക്കയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പകലിൻ്റെ ആ ഒരു സമയത്താണ്, തുടക്ക സമയത്താണ് മക്കയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കുന്നത്. മക്കയുടെ ഉയർന്ന ഭാഗത്തോടു കൂടി. മക്കയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. മക്കയിലേക്ക് സാധാരണ ആളുകൾ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള ആളുകൾ പ്രവേശിക്കണമെന്ന് അറബികൾ തന്നെ പൊതുവെ മനസ്സിലാക്കപ്പെടുന്ന സ്ഥലമുണ്ട്. മക്കയുടെ ഉയർന്ന ഭാഗവും താഴ്ന്ന ഭാഗവും എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സാധാരണ ഗതിയിൽ ആളുകൾ പ്രവേശിക്കാറുള്ള മക്കയുടെ 2 സ്ഥലങ്ങൾ പ്രവേശിക്കുകയും പിന്നീട് പുറപ്പെടുകയും ചെയ്യുന്ന 2 സ്ഥലങ്ങൾ. മക്കയിലേക്ക് കയറാനൊരു സ്ഥലം, അതിനെ ആല മക്ക, മക്കയുടെ ഉയർന്ന പ്രദേശം. അതുപോലെ തന്നെ അസ്ഫലു മക്ക, മക്കയുടെ താഴ്ന്ന പ്രദേശം. അപ്പോൾ ഉയർന്ന പ്രദേശത്തോടുകൂടി മക്കയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയും താഴ്ന്ന പ്രദേശം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് കൂടി മക്കയിൽ നിന്ന് പിന്നീട് യാത്രയാവുകയുമാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതേ രീതി തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പിന്തുടർന്നത്. സാധാരണ ആ സ്ഥലത്ത് പേര് പറയാറുള്ളത് ഉയർന്ന പ്രദേശത്തിന് കദാ എന്നും താഴ്ന്ന പ്രദേശത്തിന് ഖുദ എന്നുമാണ് പറയാറുള്ളത്. അപ്പോൾ അതിനെ പറ്റി അറബിയിൽ പല പഴഞ്ചൊല്ലുകളും കാണാൻ കഴിയും. ആ മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഓർത്തു വെക്കാനും വേണ്ടി ഇഫ്തഹ് വദ്ഖുൽ, അഥവാ ഫത്ഹ് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ ആ സ്ഥലം, ഫത്ഹ് ചെയ്ത് പ്രവേശിക്കാനുള്ള സ്ഥലത്തിൻ്റെ പേരുണ്ട് കദാ. അതുപോലെ തന്നെ യാത്രയാവാനുള്ള സ്ഥലം വദ്മും വഖ്റുജ്, ലമ്മ് ചെയ്തുകൊണ്ട് പിന്നെ പുറപ്പെടാനുള്ള സ്ഥലമാണ് ഖുദ. അത് മക്കയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി, ആ ഒരു പ്രവേശന സ്ഥലം, പിന്നെ പുറപ്പെടുന്ന സ്ഥലം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ 2 സ്ഥലങ്ങൾ മക്കയിൽ ഉള്ളിൽ തന്നെയുള്ള 2 പ്രസിദ്ധമായ സ്ഥലങ്ങളാണ്. അപ്പോൾ കദാ എന്ന് പറയുന്ന ഉയർന്ന പ്രദേശത്തോടു കൂടിയാണ് ഫത്ഹ് ഉള്ള ആ വാക്ക്. ആ പ്രദേശത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിലേക്ക് പ്രവേശിക്കുന്നത് ഈ പറഞ്ഞ ആളുകളും ഒക്കെ ഒരു ഞായറാഴ്ച രാവിലെ സമയത്ത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറമിലെത്തി. ഒരു ദുഹാ സമയം, ആ ഒരു സമയത്ത് മസ്ജിദുൽ ഹറമിൽ പ്രവേശിച്ചു. അവിടെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാബയുടെ വാതിൽ ഉൾക്കൊള്ളുന്ന ആ ദിശ, അതിലൂടെയാണ് പറഞ്ഞ കഥ എന്നുള്ള സ്ഥലവും ഒക്കെ ഇങ്ങനെ വന്ന് കാബയുടെ വാതിലിനോട് അഭിമുഖമായിട്ടുള്ള ആ പ്രദേശം, അതിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിച്ചത്. തവാഫ് മക്കയിലെത്തി, കാബയിലെത്തി, തവാഫ് ചെയ്തു. അതുപോലെ തന്നെ തവാഫിനിടയിൽ നടന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫ് ചെയ്യുമ്പോൾ തവാഫിൽ ആദ്യത്തെ 3 തവണയുള്ള ആ ചുറ്റൽ, അതിനൊരു ഷൗത്ത് എന്നാണ് പറയുന്നത്. തവാഫ് എന്ന് പറഞ്ഞാൽ 7 തവണ കാബയെ പ്രദക്ഷിണം ചെയ്യുമ്പോഴാണല്ലോ ഒരു തവാഫായി എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അതിന് ഒരൊറ്റ ചുറ്റൽ, അതിന് ഷൗത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് 7 ഷൗത്തുകൾ പൂർത്തിയാകുമ്പോൾ ഒരു തവാഫാകും. അപ്പോൾ അതിൽ ആദ്യത്തെ 3 ചുറ്റലുകൾ, 3 ഷൗത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പം സ്പീഡിൽ റമൽ നടത്തും എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ ഒരല്പം കുലുങ്ങി കുറച്ചുകൂടി സ്പീഡിൽ കാലടികൾ വെച്ചായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. പിന്നെ ബാക്കിയുള്ള 4 മൊത്തം 7 ബാക്കിയുള്ള 4 നടന്നുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് നമുക്ക് കാണാൻ. അതിന് പിന്നിലെ ചരിത്രം നമ്മൾ ഹുദൈബിയ സന്ധി കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറത്തുൽ ഖദാ നിർവഹിക്കാൻ വന്നപ്പോൾ അന്നത്തെ മുശ്രിക്കുകളായ മക്കയിലെ ആളുകൾ ഈ പറഞ്ഞ പ്രവാചകന്റെയും സ്വഹാബിമാരുടെയും തവാഫും അവരുടെ ഉംറയും ഒക്കെ അതിസൂക്ഷ്മമായി അപ്പുറത്ത് നിന്ന് വീക്ഷിച്ച സന്ദർഭം നമ്മൾ പറഞ്ഞിരുന്നു. അഥവാ ഈ പറഞ്ഞ സ്വഹാബിമാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. യസ്രിബിലെ എല്ലാവർക്കും ബാധിക്കുന്ന യസ്രിബിലെ പനി, ലഅ്വാ എന്ന് പേരിലുള്ള മദീനയിലെ പനി, അത് ബാധിച്ച് മുസ്ലിങ്ങളൊക്കെ ആകെ ബലഹീനരും അവരൊന്നും വലിയ ശക്തിയൊന്നുമില്ലാത്ത ആളുകളാണ് എന്ന് വിചാരിച്ചിരുന്ന മുശ്രിക്കീങ്ങൾക്ക് മുന്നിലാണ് മുശ്രിക്കീങ്ങൾ പറഞ്ഞ വാചകങ്ങൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. ഇന്നഹു യഖ്ദമു അലൈക്കും വഖദ് വഹനഹും ഹുമ്മ യസ്രിബ്. യസ്രിബിലെ പനിയൊക്കെ ബാധിച്ച് ബലഹീനരായ കുറേ മനുഷ്യന്മാർ ഇപ്പോൾ ഇങ്ങനെ വരും എന്നായിരുന്നു മുസ്ലിങ്ങളെ പറ്റി അവർ വിചാരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് ഈ ആദ്യത്തെ 3 ഷൗത്തുകൾ അയ്യർമലു അൽ അശ്വാത്ത് സലാസ, ആദ്യത്തെ 3 ഷൗത്തുകൾ ചുറ്റലുകൾ റമൽ നടക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിക്കുകയും ചെയ്തു. മക്കയിലുള്ള ആ ആളുകൾ കാണട്ടെ എന്നൊരു ഉദ്ദേശം കൂടി ആ ഒരു സ്പീഡിലുള്ള കുലുങ്ങിയുള്ള ആ ഒരു നടത്തത്തിന് പിന്നിലുണ്ടായി. മുഴുവൻ നടത്തവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് വേണമെങ്കിൽ അങ്ങനെ കൽപ്പിക്കാമായിരുന്നു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. മുസ്ലിം ഉമ്മത്തിനോട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എപ്പോഴും പല കാര്യങ്ങളും പ്രവാചകൻ നിർവഹിക്കുമ്പോൾ പ്രവാചകൻ മുസ്ലിം ഉമ്മത്തിനോട് വളരെയേറെ കാരുണ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ ആഗ്രഹമുണ്ടായിട്ടും അത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഫർദായി പോകുമോ, അത് മുസ്ലിങ്ങൾ നാളെ വാജിബായി കണ്ട് പടച്ചവനെങ്ങാനും ഇനി കൽപ്പന ഇറക്കി വാജിബായി കാണുമോ, അത് ഭാവിയിലുള്ള മുസ്ലിങ്ങൾക്ക് ഒരു പക്ഷേ റസൂലിനും റസൂലിൻ്റെ കൂടെയുള്ള സ്വഹാബിമാർക്കും ഒക്കെ നല്ല ഏറ്റവും അടുത്ത സ്വഹാബിമാർക്കും ഒക്കെ ഒരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ വളരെ ദുർബലരായ ആളുകളുണ്ടാവും. ദുർബലരായ സ്വഹാബിമാരുണ്ട്. അത്രയൊന്നും ത്യാഗം സഹിക്കാനും പറ്റാത്ത ആളുകൾ മുസ്ലിം ഉമ്മത്തിലുണ്ടാവും. എല്ലാത്തരം ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അത് നിർവഹിക്കാൻ കഴിയണം. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. മുഴുവൻ ചുറ്റലുകളും റമല് പോലെ തന്നെ ചുരുങ്ങി നല്ല ശരീരത്തിന് അധ്വാനം കൊടുക്കുന്ന രൂപത്തിൽ, ശരീരത്തെ ആയാസപ്പെടുത്തുന്ന രൂപത്തിൽ തന്നെ നിർവഹിക്കാൻ പ്രവാചകൻ കൽപ്പിക്കാതിരുന്നത് ഇല്ലൽ ഇബ്ഖാഉ അലൈഹിം, മുസ്ലിം ഉമ്മത്തിനുള്ള കാരുണ്യം കൊണ്ട് മാത്രമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മുഴുവൻ അങ്ങനെ നിർവഹിക്കാൻ പറഞ്ഞാൽ ലോകത്തുള്ള ലോകാവസാനം വരേക്കുള്ള മുസ്ലിങ്ങളൊക്കെയും അത് അങ്ങനെ തന്നെ നിർവഹിച്ചു പോലുള്ള നിർബന്ധമായി മാറും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റുക്കുനുകൾക്കിടയിൽ ഹജറുൽ അസ്വദിന്റെയും റുക്കുനുൽ യമാനി എന്നറിയപ്പെടുന്ന ആ മൂലയുടെയും ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന പിന്നെ ഉംറയ്ക്കും ഹജ്ജിനും പോയ ആളുകൾക്ക് അത് മനസ്സിലാവും. കുറച്ചുകൂടി ഈ കഅബയുടെയും മസ്ജിദുൽ ഹറമിന്റെയും അതിൻ്റെ ഒരു ചിത്രം നമുക്ക് കൂടുതൽ വ്യക്തമാകണമെങ്കിൽ അതിൻ്റെ ഒരു ചിത്രമോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ ഉപയോഗിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതായിരിക്കും ഉചിതം. ഒരു സംസാരത്തിലൂടെ ഈ പറഞ്ഞ ഒരു കേട്ടു മാത്രം അല്ലെങ്കിൽ വായിച്ചു മാത്രം പരിചയമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം റുക്കുനുൽ യമാനി, ഹജറുൽ അസ്വദ്, കാബയുടെ വാതിൽ, മുൽത്തസം അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങൾ പറയുമ്പോൾ ഒരു പക്ഷേ ആ ചിത്രം വ്യക്തമായി കിട്ടിക്കൊള്ളണം എന്നില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉംറ അല്ലെങ്കിൽ ഹജ്ജ് എന്നുള്ള കർമ്മങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഒരു ഫിഖ്ഹും അതുപോലെ തന്നെ അതിൻ്റെ രൂപങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു
പ്രത്യേക ഒരു പഠനമായി തന്നെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അങ്ങനെ നിർവഹിക്കാൻ ഇനി ആഗ്രഹമുള്ള ആളുകൾ അത് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയും തന്നെ നിർവഹിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ റുക്നുകൾക്കിടയിൽ ഹജറുൽ അസ്വദിന്റെ റുക്ൻ എന്ന് പറഞ്ഞാൽ മൂല എന്നുള്ള അർത്ഥമാണ്, ഓരോരോ അറ്റം. അപ്പോൾ റുക്നുൽ യമാനിയും അതുപോലെ തന്നെ ഹജറുൽ അസ്വദ് ഇതിനിടെയുള്ള സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ എന്ന് പ്രാർത്ഥിച്ചു എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ റുക്നുൽ യമാനിയുടെ ആ ഒരു സ്ഥലം മാത്രമാണ് കഅബയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടവിയതായി, കൈകൊണ്ട് സ്പർശിച്ച് തടവിയതായി ഉദ്ധരിക്കപ്പെട്ടത്, ചുംബിച്ചിട്ടില്ല, ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന കാണാൻ കഴിയും, ലം അറ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തലിമു മിനൽ ബൈത്ത് ഇല്ല റുക്നയൈൻ അൽ യമാനിയൈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റുക്നുൽ യമാനി ഹജറുൽ അസ്വദും റുക്നുൽ യമാനിക്കിടയിലുള്ള ഈ സ്ഥലം ഇത് മാത്രമാണ്. അതുപോലെ തന്നെ ഹജറുൽ അസ്വദ് മാത്രമാണ് തൊട്ടുമുത്തുക, ഈ റുക്നുൽ യമാനി തടവുക, ഇത് ചെയ്തതായി ഞാൻ കണ്ടിട്ടുള്ളത്. അതല്ലാതെ മറ്റൊന്നും വേറെ ഏതെങ്കിലും കാബയുടെ ഭാഗങ്ങൾ തൊട്ടുമുത്തുകയോ തടവുകയോ ഒന്നും ചെയ്തതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചത് കാണാൻ കഴിയും. അതിന് കഴിഞ്ഞ് തവാഫ് പൂർത്തിയാക്കി 7 ഷൗത്തുകൾ പൂർത്തിയാക്കി പിന്നെ അടുത്തത് മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കലാണ്. ഈ യാത്രയിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിക്കുന്ന ഒരു യാത്ര കൂടിയാണല്ലോ. അപ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ചിലപ്പോൾ ചില അതുമായി ബന്ധപ്പെട്ട ഖുർആൻ ആയത്തുകൾ പാരായണം ചെയ്യും. ഇപ്പോൾ തവാഫ് കഴിഞ്ഞ് മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കൽ സുന്നത്താണ്. തവാഫ് ചെയ്യുന്നത് ഉംറയിലും ഹജ്ജിലും ഒക്കെ ഉണ്ട്. അപ്പോൾ മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ എത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ കേൾക്കെ തന്നെ ഖുർആനിലെ ഈ ആയത്ത് എന്ത് ചെയ്തു? സൂറത്തുൽ ബഖറയിലെ 125-ാമത്തെ ആയത്തിൽ അല്ലാഹു വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, മഖാമു ഇബ്രാഹിമിന്റെ ആ സ്ഥലം, ആ പിന്നിലുള്ള സ്ഥലം അത് മുസല്ലയായി നിസ്കരിക്കാനുള്ള സ്ഥലമായി സ്വീകരിക്കണം എന്ന് അല്ലാഹു കൽപ്പിക്കുന്ന, അവിടെ നിസ്കരിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹുവിന്റെ കൽപ്പന വരുന്ന ആ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി. അങ്ങനെ പല സന്ദർഭങ്ങളിൽ ഹജ്ജിൽ പ്രവാചകൻ ഓതുന്നത് നമുക്ക് കാണാൻ കഴിയും. സഫ കുന്നിന്റെ അടുത്തെത്തുമ്പോൾ ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് എന്നുള്ള ആയത്ത് റസൂൽ ഓതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നമ്മൾ തിയറി പ്രാക്ടിക്കൽ പഠിപ്പിക്കുക എന്നതുപോലെ ഹജ്ജിൽ ഓരോ സന്ദർഭങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട ഖുർആൻ ആയത്തുകളും പാരായണം ചെയ്തു. ജനങ്ങൾക്ക് കൃത്യമായ ചിത്രം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുക, അതിൻ്റെ ആയത്തുകൾ ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുക, ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു നല്ലൊരു അധ്യാപനം നടത്തുക കൂടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹജ്ജിൽ നിർവഹിച്ചത്. ഏതായിരുന്നാലും നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരത്തിന് ശേഷം വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് പോവുകയും അത് തൊടുകയും ചെയ്തു എന്നും നമുക്ക് കാണാൻ കഴിയും. പിന്നെ സാധാരണ ഇതിലുള്ള ഉംറയിലും ഹജ്ജിലും ഒക്കെ ഉള്ളത് ഇനി അടുത്തത് സായി ആണ്. സഫയുടെയും മർവയുടെയും ഇടയ്ക്കുള്ള സായിയിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കുന്നത്. നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇന്നത്തെ ഒരു ക്ലാസിൻ്റെ ഒരു ചുരുക്കത്തിൽ ഇതിൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഗുണപാഠങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം സൂക്ഷ്മമായി ഓരോ കാര്യങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിൽ മുസ്ലിം സമൂഹം അന്നു മുതലേ കാണിച്ചു വന്ന ശ്രദ്ധ ഇത് നമുക്ക് കിട്ടുന്ന വലിയൊരു പാഠമാണ്. ഒരു ചെറിയ ഒരു പ്രവാചകൻ ഒരു നോക്കിൽ നിന്ന്, ഒരു വാക്കിൽ നിന്ന് കിട്ടുന്ന ഒരു പക്ഷേ ആയിരക്കണക്കിന് മസാലകൾ, അതുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉപകരിക്കുന്ന പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിധികളൊക്കെ ഒരു യാത്രയിലോ അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ ഹജ്ജിലോ ഒക്കെ മുസ്ലിം സമൂഹം അതിൽ നിന്ന് പഠിച്ചെടുത്തു എന്നുള്ളതാണ്. അത് ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും, ഒരു ഹജ്ജ് എന്നുള്ളതല്ല, നിസ്കാരത്തിനെ കുറിച്ച് നമ്മൾ ക്ലാസ്സിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചു. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞത് പോലെ തന്നെയാണ് നിസ്കാരത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടു അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. അപ്പോൾ ജീവിതം മൊത്തം അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ പിൻപറ്റുക എന്ന് പറയുമ്പോൾ അതിൽ ഈ പറഞ്ഞതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയായിരുന്നു ഇത് ചെയ്തിരുന്നത്, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയായിരുന്നു പണം വിനിമയം ചെയ്തിരുന്നത്, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയായിരുന്നു കടം വാങ്ങിയിരുന്നത്, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയായിരുന്നു ആളുകളോട് ഇടപെട്ടിരുന്നത്, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയായിരുന്നു നിസ്കരിച്ചിരുന്നത്, അല്ലാഹുവിന്റെ റസൂൽ യാത്രയിൽ എങ്ങനെയായിരുന്നു പ്രവാചകൻ സുന്നത്ത് നിസ്കാരം ഉണ്ടായിരുന്നത്, യാത്രയല്ലാത്തപ്പോൾ എങ്ങനെയായിരുന്നു ഖസ്ർ ചെയ്തത്, എങ്ങനെയാണ് ജംഅ ചെയ്തത്, എങ്ങനെയാണ് ഒട്ടകപ്പുറത്ത് കയറിയത്, എങ്ങനെയാണ് സമ്പന്നരോടും ദരിദ്രരോടും ഇടപെട്ടത്, അതൊക്കെയും എല്ലാ രംഗങ്ങളിലും സൂക്ഷ്മമായി പ്രവാചകന്റെ ജീവിതം പഠിക്കുക എന്ന വലിയ പാഠമാണ് ഈ ഹജ്ജിന്റെ പാഠങ്ങളിൽ ഒരു വലിയ പാഠമായി നമുക്ക് ലഭിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഇപ്പോൾ ഹജ്ജിന് സമയം കഴിഞ്ഞു, ഹജ്ജ് നിർവഹിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൊല്ലം അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നും ലോകമെമ്പാടുമുള്ള പല നാടുകളിൽ നിന്ന് വന്ന ഹാജിമാർ, ഹജ്ജ് നിർവഹിച്ച സ്ത്രീകൾ, പുരുഷന്മാർ, അവരുടെയൊക്കെ ഹജ്ജുകൾ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജായി അവരുടെ നിയ്യത്തിനനുസരിച്ച് നല്ല പൂർണ്ണമായ പ്രതിഫലം കിട്ടുന്ന ഹജ്ജായി സ്വീകരിക്കുമാറാകട്ടെ എന്നും നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം ഇനി ഹജ്ജും ഉംറയും നമ്മൾ നിർവഹിക്കാൻ സാധിക്കാത്ത, അതിനുവേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളിൽ പലരും ഉണ്ടാകും. നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും അതിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്കുമൊക്കെ അതിലുള്ളൊരു തൗഫീക്ക് കിട്ടാൻ വേണ്ടിയും പരിശ്രമിക്കാൻ വേണ്ടിയും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ തന്നെ പ്രവാചക കൽപ്പനകൾക്ക് അനുസൃതമായി ഹജ്ജ് എന്നുള്ള ജീവിതം മുഴുവൻ ആ രൂപത്തിൽ അനുവർത്തിക്കാനും മുന്നോട്ട് പോകാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹദ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹാബതിഹി കുല്ലിഹിം അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.